കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇമാമ് വാക്ക് തരികയാണ്, അവന്റെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് വരും. പിന്നെ എങ്ങനെയാ വഹാബിയാവുക? പിന്നെ എങ്ങനെയാ ഒരു മുജാഹിദാരനാവുക? അവൻ അതിലൊന്നും പെടൂല. അതിന് മദ്രസയിലേക്ക് അയക്കണം, ഉസ്താദുമാരെടുത്ത് നിന്ന് ദീൻ പഠിക്കണം, സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കണം. കാരണം ഒരു കുട്ടിനെ മദ്രസയിലേക്കൊക്കെ അയച്ച് ഒരു 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി വിട്ടാൽ, +2 വരെയുള്ള ഒരു മദ്രസയിൽ നിന്ന് ആ കുട്ടീനെ ഒഴിവാക്കിയാൽ നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടിക്ക് ഇനി മരണം വരെ എനിക്ക് +2 ഡിഗ്രി PG സെറ്റ് നെറ്റ് ഡിപ്ലോമ പലതും സാധ്യത ഉണ്ട്. മെറ്റീരിയൽ ഭൗതിക വിദ്യാഭ്യാസം ദീന് ഇനി പഠിക്കാൻ മരണം വരെ എന്ത് സാധ്യതയുള്ളത്? എങ്ങനെയാ ഉപ്പിയുമ്മയൊക്കെ ധൈര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കണത്? ഒരു ആഖിറം പേടി വേണ്ടേ? ആഖിറത്തിൽ ഈ മക്കളെ കുറിച്ച് അള്ളാഹു ചോദിക്കൂലേ? എന്താ നമ്മൾ ഉത്തരം പറയാ? ഈ മക്കൾ തുറന്നു പറയൂലേ? കോടതി തന്നെ പറയുന്നില്ല ഉമ്മാനി ഉപ്പാനക്ക് വേണ്ട, ഓറയാ വേണ്ടി. ഈ മക്കൾ പിന്നെ പറയാതിരിക്കും ആഖിറത്തില്? ഇവിടുത്തെ സാധാ കോടതി എന്ന് പറയുന്നില്ലേ, അപ്പം പിന്നെ വലിയ കോടതി എന്ന് പറയാതിരിക്കും? മാത്രല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്ന് ഞാൻ പറയാം. എന്താ മെച്ചം എന്ന് പറയാം? ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക്. മനസ്സിന് ആരോഗ്യം കുറവ്. ഭയങ്കര തടിയും വലിയ ഭൂതക്കണ്ണാടിയും ഒക്കെ ഉണ്ടാവും, ബട്ട് മനസ്സിന് ആരോഗ്യം കുറവാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ SSLC എഴുതുന്ന കാലത്ത് 210 മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ. അന്ന് 210 കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു. 46 ലഡു വാങ്ങും, 6 നമ്മൾ തന്നെ ഒന്നും, പിന്നെ 40 വിതരണം. എന്തായിരുന്നു സ്കൂൾ മൊത്തം നമ്മളതുപോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടി ഫാത്തിമ 10 വിഷയത്തിൽ 9 A+, 1 A ആയിപ്പോയി എന്ന് വിചാരിച്ചോ? ആ കുട്ടീനോട് ചോദിച്ചു നോക്കിയേ, എന്താ മോളെ പരീക്ഷൻ്റെ റിസൾട്ട് എങ്ങനെ? ഫുൾ A+ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ റീവാലുവേഷന് കൊടുക്കണം. തോറ്റ ഫീലിങ്ങിലാണ് കുട്ടി സംസാരിക്കണം. അർജന്റീന ഫാനായ ഒരുത്തൻ കളിയിൽ അർജന്റീന തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം? എങ്ങനെയുണ്ട് ആരോഗ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോഴേക്ക് ആത്മഹത്യ പരിഹാരമായി ആലോചിക്കുകയാണ് പുതിയ തലമുറ. ചിന്തിച്ചു നോക്കിയേ. പണ്ടൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ കുട്ടീനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടാലും ഉമ്മ പറയും കുറച്ച് അടുക്കട്ടെ, കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം. ഇന്ന് ആരും കൂട്ടിയിട്ട് വന്നല്ല, ഓളെന്നെ സ്വന്തം വന്നിട്ട് റൂമിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൂട്ടി നമുക്ക് പേടിയാന്നുള്ളതാണ്. ഉമ്മ അതൊന്ന് വിളിച്ചു നോക്കണം കേട്ടോ. എന്താ കാരണം? ആരോഗ്യം. എവിടെയാ പ്രശ്നം? മനസ്സിന് ആരോഗ്യം കുറവാ. മനസ്സിന് ആരോഗ്യം കുറവാ. ആത്മഹത്യ പെരുകുന്നു. ബിസിനസ് പൊട്ടിപ്പോയ ഒരുത്തൻ ഓനെന്താ ഇപ്പൊ ചെയ്യല്? ഉമ്മാന്റെ സ്വർണം വെക്കും, ഭാര്യന്റെ സ്വർണം വെക്കും, പിന്നെന്താ ചെയ്യല്? ഗൾഫിലേക്ക് മുങ്ങും. അതെന്നല്ലേ ചെറുപ്പക്കാർ പരിപാടി. കണ്ടോ? മനസ്സിന് ആരോഗ്യം കുറവാണ്. തോൽക്കാൻ അറിയില്ല പുതിയ പിള്ളേർക്ക്, ജയം മാത്രം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നാ എമിലി ഡിക്കൻസന്റെ കവിത. എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടൊക്കെ തോറ്റിട്ടും പഠിച്ചിട്ടുമാണ് ജയിക്കാൻ. എന്ന് പറഞ്ഞാൽ ഉറക്കിനെ അതിജയിക്കുക. അപ്പൊ കുറച്ച് തോക്കും നമ്മളെ ശരീരം, എന്നാലും തോറ്റു കൊടുക്കുക, എന്നിട്ട് ജയിക്കണം, അധ്വാനിച്ച്. അതാണല്ലോ അധ്വാനം എന്ന് പറയുന്നത്. പക്ഷേ പുതിയ കുട്ടികൾക്ക് അതാവുന്നില്ല. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ഹസ്ബുനല്ലാഹ്. അതന്നെ പരിഹാരം. വനിഅമൽ വക്കീൽ. മോനെ LLB കഴിഞ്ഞ ലീഗൽ വക്കീലിനേക്കാൾ ടോപ്പ് വക്കീൽ, അൽ വക്കീലായ ഓൾ ആൻഡ് ഓൾ ആയ അള്ളാഹ് ഉണ്ടോ ഇന്നലെ പഠിക്കുന്നത്? അത് ചെറുപ്പത്തിൽ തന്നെ 7000 കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറഔന്. എന്തിന്? മൂസാ നബി ജനിക്കുന്നു പേടിച്ചിട്ട്. എന്നിട്ട് മൂസാ നബിനെ ഫിറൗന്റെ കൊട്ടാരത്തിൽ തന്നെ അള്ളാഹ് വളർത്തി. എന്നിട്ടോ മൂസാ നബിക്ക് പാല് കൊടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. 100-200 പെണ്ണുങ്ങൾ നിര വന്നു, ആരുടെ പാലും വേണ്ട. എന്നിട്ട് സ്വന്തം ഉമ്മ വന്നു കുടിക്കുമ്പോൾ ഫിറൗന്, പ്ലീസ് നിങ്ങൾ എടുത്ത് തന്നെ നിൽക്കോ, ശമ്പളം തരാം. കളി അള്ളാഹോട് വേണ്ടാത്. ഇത് പിള്ളേർക്ക് ചെറുപ്പത്തിൽ കൊടുത്തോക്കെ. സൗർ ഗുഹയിൽ ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അടക്കം പറഞ്ഞു, അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ലറാന, നമ്മളെ കാണും നബിയൻ, മുത്തുനബി. അത് കാണൂല. എന്ത് നബിയാ പറയണത്? അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ മതി, മറ്റേത് വലിയ മെഷീന് സംവിധാനം ഒന്നും എടുക്കണ്ട. ലറാന, അവരിങ്ങനെ നോക്കി നമ്മളെ കാണും. ഇന്നല്ലാഹുമാന, നമ്മളെപ്പോ അറിയില്ലേ? എങ്ങനെ കാണല്? മുമ്പിൽ സമുദ്രം, ബേക്കിൽ ഫിറൗനും ശത്രുക്കളും, ഒന്നിച്ചിരിക്കുന്ന ബനു ഇസ്രായേലുകാർ. വോൾട്ടേജ് കുറവാ. ഒരു പറഞ്ഞു ഇന്നലമുതറക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കും. മൂസാ നബി, കല്ല പിടിക്കൂല. അതെ, ബേക്കിൽ ശത്രുക്കൾ,
മുമ്പിൽ സമുദ്രം, പിന്നെ എങ്ങനെ പിടിക്കൂല എന്ന് പറയും. ഇന്നമ ഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ പേര് അള്ളുണ്ട്. എൻ്റെ പേര് നിങ്ങളെ പേരല്ല, നിങ്ങൾ അതിന് ജോയിന്റ് സെക്രട്ടറി പൊളിയായിട്ടില്ല. അതേസമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് ഇന്നല്ലാഹ മഅനാന്നാ, നമ്മളെപ്പരം അള്ളുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു പൊളിയാണ്. അതാണ് അതിൻ്റെ കാരണം. അപ്പം ഞാനിപ്പോൾ ആ ഒരു തഹ്ഖീഖിലേക്കല്ല നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ തവക്കുല് ഈമാനൊക്കെ കൊടുത്താൽ പതറൂല. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ല. പഴയ ആൾക്കാർക്ക് കയറ് എന്നെല്ലാം പറഞ്ഞാൽ കെട്ടാനേ അറിയുള്ളൂ. ഇപ്പോൾ കയറ് കണ്ടാൽ നല്ല കയറാന്നല്ല, വെറുതെ ഒന്ന് ആത്മഹത്യ ചെയ്താലോ എന്ന് വിചാരിക്കണ കാലാണ്. മെൻ്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞുപോയി. എന്തെങ്കിലും ആരോഗ്യമൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചോടുക എന്ന് വിചാരിക്കുന്ന ഒരു കാലം. ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ഈമാനിൻ്റെ ശക്തി കൊടുക്കുക. അതാണ് സ്വാലിഹീങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം. ഞാൻ വിഷയം തുടരുന്നു. പ്രേമത്തിൻ്റെയും റൊമാൻറ്റിക്കിൻ്റെയും ഒക്കെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. ഞാനിപ്പോൾ പാടാനും വരെ പാടില്ലല്ലോ അല്ലേ? അങ്ങനത്തെ പാട്ട് നമുക്കറിയോ? അങ്ങനത്തെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. അത് തെറ്റായ ചിന്തകളിലേക്ക്. ഇപ്പം ലവർ, ബെസ്റ്റി ഫ്രണ്ട്, ബാക്കി രണ്ടെണ്ണം ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനത്തെ കാലം. ഒരാൾക്ക് തന്നെ എത്രയോ ആള്. ഇപ്പോഴത്തെ പ്രേമങ്ങളെല്ലാം ഭയങ്കര ആത്മീയമായ പ്രേമങ്ങളാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ചെക്കനോട് നിങ്ങൾ പറഞ്ഞോക്കെ, എന്താണ് പെണ്ണിൻ്റെ വേറെ പണിയില്ലേ? അപ്പോൾ ഓൻ തിരിച്ചെന്താ പറയില്ലേ? ഉസ്താ പറയുന്നതൊന്നല്ല, പിന്നെ ഓളധികം എന്നോട് രാത്രി തബാറക്കോദാനു സലാത്ത് എല്ലാവരും പറയലുണ്ട്. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്ന കാലാണിപ്പോൾ. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുക. ഇഷ്ക് മഹബത്തിൻ്റെ പേരിൽ പ്രേമം കൂടിയ കാല. എത്ര നൂറ്റാണ്ട് മുമ്പ് മഹാന്മാരെ എഴുതി വെച്ച് അത്തരത്തിൽ ഒരു പാട്ടും കുട്ടികൾ കേൾപ്പിക്കരുത്. ശ്രദ്ധിക്കണം. ദെൻ ويحفظ عن مخالطة الأدباء الذين يزعمون أن ذلك من رقة الطبع. കഠിന ഹൃദയമുള്ള ടീച്ചേഴ്സ്, ഉസ്താദുമാർ ആരായാലും അവരോട് കുട്ടികളെ അടുപ്പിക്കരുത്. കാരണം അവരും പരുപരക്കൻ സ്വഭാവവും, അല്ലെങ്കിൽ ഇവർ ടോട്ടലി ഇവരുടെ മനസ്സിനൊരു കഠിന സ്വഭാവം വരും. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജൂതന്മാരെ, 10,000 ജൂതന്മാരെ കൊന്നാളാണ്. അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ മെയിൻ കാംപ് അഥവാ എൻ്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ലാണ്. ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത്. കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണത്. മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരുത്തി കൊടുക്കരുത്. മക്കളെ മുമ്പിൽ നിന്ന്, മക്കൾ സ്കൂളിലോ വേറെ എവിടെങ്കിലൊക്കെ പോയാൽ നീ അത് ചെയ്തത് തീരെ അങ്ങനെ ഉണ്ട് അടിക്കൽ, എന്താണ് കുട്ടികളല്ലേ, എന്താണ് നീ അങ്ങനെ ചെയ്തത്, അങ്ങനെ ഉണ്ട് ചെയ്യല്, അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റായ ടീമുണ്ടാവും, അവരിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത്. പിള്ളേരെ ഇത് വെറും ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവരുത്. ഇവിടെ എത്ര മണിക്കാണ് കുട്ടികൾ സ്കൂളിൽ പോവാ? പോക്കില്ലേ? 8 മണിക്ക്. അപ്പോൾ 8 മണിക്ക് പിള്ളേരിൽ സ്കൂളിൽ പോയതിന് ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത്, ചൂടാവാനുള്ളത് അത് ചെയ്യാം. മക്കളെ മുമ്പെന്ന് ചെയ്യരുത്. അതെപ്പോൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർക്കൊരു പരുപരുക്കൻ സ്വഭാവം ഉണ്ടാകും.